മോണിസ്റ്റാർ ഇന്റർനാഷണലിന്റെ ബഹുമാനപ്പെട്ട ചെയർമാൻ, സെക്രട്ടറി, ബഹുമാനപ്പെട്ട നമ്മുടെ മാഷ്മാരെ, മറ്റു സീനിയർ അംഗങ്ങളെ, മറ്റു സഹോദരങ്ങളെ, ഞാന് മിനിയാന്നാണ് വന്നത്. അൻവർക്ക് പറഞ്ഞത് കുറെ കാര്യങ്ങൾ അതിശയോക്തി കലർത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങള് മിനിയാന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഇന്നലെ ഞങ്ങളുടെ സൗദി KMCCന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനമായിരുന്നു. ഇന്നലെ കോഴിക്കോട് KSRTC സ്റ്റാൻഡിന്റെ ബാക്ക് സൈഡിലായിട്ട് ഏകദേശം 60 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ട്, അത് സൗദി KMCC മാത്രം വാങ്ങിച്ചിട്ടുള്ളതാണ്. 60 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ട് അതിലൊരു ബിൽഡിംഗ് ഉണ്ട്. അത് വാങ്ങിച്ചിട്ട് പിന്നെ KMCCനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കരുതിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗൾഫുകാർക്കൊക്കെ അറിയാൻ അപ്പോ നാട്ടിലുള്ളവർക്ക് എത്രത്തോളം അറിയുന്നുള്ളത് എനിക്കറിയില്ല. KMCC എന്ന് പറയുന്നത് ഗൾഫില് മാത്രമല്ല, ഇന്ന് ലോകത്തിലെ എല്ലാ ഭാഗത്തും KMCC ഉണ്ട്. ഇപ്പോ നമ്മളിപ്പോ സാധാരണ സൗദി KMCC അല്ലെങ്കിൽ UAE KMCC, ഖത്തർ KMCC, മിഡിൽ ഈസ്റ്റിലുള്ള KMCCനെ പറ്റിയിട്ടാണ് നമുക്ക് അറിയുന്നത്. ഇപ്പോഴ് ആ റേഞ്ചൊക്കെ വിട്ടിട്ട് ഇപ്പൊ USA വേൾഡിൽ ഇപ്പോ വന്നിപ്പോ ഇന്നലെ ഇപ്പൊ ഏതാണ് ആഫ്രിക്കൻ കൺട്രിയിലുള്ള ഇപ്പോ നമ്മളിപ്പോ അറിയാത്ത നൈജീരിയ, പിന്നെ അങ്ങനെയുള്ള ചാഡ്, എത്യോപ്യയിലാണ് ഇപ്പോഴിപ്പോ അവർക്ക് ലെറ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മറ്റേ എത്യോപ്യയിൽ പുതിയൊരു യൂണിറ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ആ ഉക്രൈൻ യുദ്ധത്തിന്റെ സമയം ഉണ്ടായിരുന്നു. ഉക്രൈൻ യുദ്ധത്തിന്റെ സമയത്ത് നമ്മൾ അവിടെ ഉക്രൈനിൽ കുടുങ്ങിയിട്ടുള്ള പല കുട്ടികളെയും ഇപ്പുറത്തോട്ട് മാൾട്ടയിലേക്ക് കൊടുത്തിട്ടുള്ളതൊക്കെ KMCCന്റെ പ്രവർത്തകരാണ്. KMCCന്റെ അവിടെ വിദ്യാർത്ഥികളായിട്ട് പോയിട്ടുള്ള ആളുകൾ, അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവര്, പിന്നെ പണ്ട് റഷ്യയിൽ പോയിട്ട് അവിടെ തന്നെ താമസമായിട്ടുള്ള കുറെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ KMCC എന്ന് പറയുന്നത് വലിയൊരു പ്രസ്ഥാനം. ഇന്ന് ലോകത്ത് എവിടൊക്കെ മലയാളികളുണ്ടോ അവിടൊക്കെ KMCC ഉണ്ട്. അതിപ്പോ KMCCന്റെ ഫുൾ ഫോം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ എന്നുള്ളതാണ്. അതിനിപ്പോ ഒരു യൂണിഫൈഡ് ലോഗോ ആയിട്ടുണ്ട്. ആദ്യം പല രാജ്യങ്ങളും പല ലോഗോ എന്ന് യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഒരു യൂണിഫൈഡ് ലോഗോന്റെ കീഴിൽ ഇപ്പോഴ് ഈയിടെ നമ്മളൊരു മറ്റേ ഗ്ലോബലി നമ്മളൊരു കമ്മിറ്റിയും കൂടെ നമ്മളിപ്പം അതിന് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള KMCCനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ UAE 7 സെൻട്രൽ കമ്മിറ്റി ഉള്ളത്. ഓരോ എമിറേറ്റ്സിനും ഓരോ കമ്മിറ്റി ഉണ്ട്. പിന്നെ ഖത്തറിലൊരു കമ്മിറ്റി ഉണ്ട്, കുവൈറ്റിലൊരു കമ്മിറ്റി ഉണ്ട്. അത് സൗദിന്റെ കേസിൽ വരുമ്പോൾ 32 കമ്മിറ്റി ഉണ്ട്. സൗദിയിൽ 32 സെൻട്രൽ കമ്മിറ്റി ഉണ്ട്. ഈ 32 സെൻട്രൽ കമ്മിറ്റിന്റെ കീഴിൽ ഓരോ ഏരിയ കമ്മിറ്റികളുണ്ട്. ആ ഏരിയ കമ്മിറ്റികളെ കീഴിൽ ഓരോ യൂണിറ്റ് കമ്മിറ്റികളും ക്യാമ്പ് കമ്മിറ്റികളും ഉണ്ട്. അവിടൊക്കെ നമ്മളിപ്പോ ഇവിടെ നാട്ടിൽ കാണുന്ന പോലെയുള്ള ഈ KMCCയിലുള്ള ഈ ഫൈറ്റിങ്ങും മത്സരങ്ങളും ഒക്കെ ഉണ്ടാവും. അതായത് പ്രവർത്തകർ ഇപ്പൊ ഞങ്ങളാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. അതായത് ഈ യൂണിറ്റുകളും ഏരിയ കമ്മിറ്റികളും സെൻട്രൽ കമ്മിറ്റികളും തമ്മിൽ പരസ്പരം മത്സരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോഴേ ഇത് കൂടാതെ ഓരോ നാഷണൽ കമ്മിറ്റിന്റെ കീഴില്